അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കുറുമയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കുറുമ തന്നെയാണ്. ഇതിലേക്ക് തക്കാളിയോ ഉള്ളിയോ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കുറുമയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു 1.5 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 1.5 തേങ്ങയല്ല കേട്ടോ, 1.5 മുറി തേങ്ങ, അരമുറിയും പിന്നെ ഒരു അരമുറിയുടെ പകുതിയും കൂടെ ചിരകി എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാനിത് 3 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു കറുവപ്പട്ടയുടെ പീസ്, 4 ഏലക്കായ, 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറുമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ തേങ്ങയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഈ തേങ്ങ അരച്ചെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഈ തേങ്ങയിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാല പൗഡറുകളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങയിലോട്ട് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കറിയുടെ അളവ് കൂട്ടേണ്ടവർക്ക് തേങ്ങയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇത് നല്ലവണ്ണം അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിയില്ലാണ്ട് നൈസായിട്ട് അരച്ചെടുക്കണം. കുറുമയാകുമ്പോൾ അങ്ങനെയല്ല, നല്ല നൈസായിട്ട് തന്നെ തേങ്ങ അരഞ്ഞു കിട്ടണം കേട്ടോ. നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനിതാ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ഞാനിതാ മുട്ട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. 2 കോഴിമുട്ട ഞാൻ ഓംലെറ്റ് അടിച്ചെടുക്കുകയാണ്. മുട്ട ഓംലെറ്റ് അടിക്കണതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കറിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല. ഞാനിതാ ഒരു ഓംലെറ്റും ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ചട്ടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസം കേട്ടോ. സെൻറ്റർ ഭാഗം ഒന്ന് പൊന്തി നിൽക്കുന്നതുകൊണ്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോഴിമുട്ട എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഇനിയിപ്പോൾ ഈ ഓംലെറ്റ് കട്ടിയില്ലാണ്ട് ചുട്ടെടുക്കേണ്ടവർക്ക് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. 2 പ്രാവശ്യമാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാനും നിന്നിട്ടില്ല കേട്ടോ. ഒരു പ്രാവശ്യം വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. സെൻറ്റർ ഭാഗം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത കിട്ടിയിട്ടുണ്ട്. ഇത് അധികം ഉപയോഗിക്കാത്ത ചട്ടി ആയതുകൊണ്ടാണ് കിട്ടാൻ ഭയങ്കര പ്രയാസം. അങ്ങനെ ഞാനെന്താ ഓംലെറ്റിൻ ചട്ടി സ്റ്റോവിൽ നിന്ന് മാറ്റിയിട്ട് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കനമില്ലാണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചെറിയ ഉള്ളിക്ക് പകരം കടുക് പൊട്ടിക്കേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. ഞാൻ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടിയ ചെറിയ ഉള്ളിയാണല്ലോ എന്ന് കരുതിയിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടക്കുറുമ ആയതുകൊണ്ട് ചെറിയ ഉള്ളിക്കായും കേട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ടാക്കാം. ഉള്ളി വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളി എടുത്തിക്കണല്ലോ എന്ന് വിചാരിക്കരുത്. ഇത് ചെറിയ ഉള്ളിയാണ്. ഞാൻ സവാള കേട്ടോ വേണ്ടാന്ന് പറഞ്ഞത്. സവാളയും തക്കാളിയും ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അങ്ങനെ എന്താ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിക്കാണ്. ഇനി കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് കൊടുക്കാം. തേങ്ങയൊക്കെ നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ മിക്സി ചുവട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഈ തേങ്ങ അരച്ച വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിന് മുന്നേ കറിയിലോട്ട് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. അതിനുശേഷം ഇതാ പൊരിച്ചെടുത്ത മുട്ട ചെറിയ പീസാക്കിയിട്ട് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. ഈ ഒരു മുട്ടയിലോട്ട് ഈ കറിയിലുള്ള ഉപ്പനെ പിടിക്കും കേട്ടോ. അത് കാരണമാണ് നമ്മൾ മുട്ട പൊരിക്കുമ്പോഴൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കായിരുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നാൽ തീ ഓഫാക്കാം കേട്ടോ. അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമ ഇവിടെ റെഡിയായി കിട്ടും. കുറുമ തിളച്ച് വരുന്ന ടൈമിൽ മല്ലിയില കയ്യിലുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇങ്ങനെ മുട്ടക്കുറുമ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കുറുമ ചപ്പാത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും നമ്മുടെ നീർദോശൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നമ്മളെ കുറുമ അത് നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനെന്താ കുറുമ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. നല്ല കട്ടിയായിട്ടുള്ള ഒരു കുറുമ തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കുറുമയാവുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് കട്ടിയായിട്ട് വേണം. ലൂസായിട്ടുണ്ടെങ്കിൽ കുറുമയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ.
കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് കുറുമ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.